ഡിമെൻഷ്യ, ഹൈപ്പോതൈറോയിഡിസമോ വൈറ്റമിൻ B12 ഡെഫിഷ്യൻസിയോ തൈമിൻ ഡെഫിഷ്യൻസിയോ ഇതൊക്കെ ഉണ്ടെങ്കിൽ അത് റിവേഴ്സിബിൾ ഡിമെൻഷ്യയിലേക്കാണ്. ന്യൂറോ ഡീജനറേറ്റീവ് ഡിമെൻഷ്യാസ് ഉണ്ട്, അൽഷിമേഴ്സ്, ലൂയി ബോഡി, FTD, റിവേഴ്സിബിൾ കോസസ് ഓഫ് ഡിമെൻഷ്യ. ഇത് നമുക്ക് തിരിച്ച് കൊണ്ടുവരാം എന്നുള്ളതൊക്കെയാണ്. ഹൈപ്പോതൈറോയിഡിസം, തൈറോയ്ഡ് കുറയുന്നത്, ഹൈപ്പർ കാൽസീമിയ, കാൽസ്യം കൂടുന്നത്, ആൻഡ് ഓൾസോ ഹൈപ്പോഗ്ലൈസീമിയ, തൈറോയിഡിൻ്റെ ലെവൽ കുറയുന്നത് അല്ലെങ്കിൽ കാൽസ്യത്തിൻ്റെ ലെവൽ കൂടുന്നത്. കാൽസ്യത്തിൻ്റെ ലെവൽ കൂടിയാലും പ്രശ്നമാണ്. തൈറോയിഡിൻ്റെ അളവ് കൂടാൻ, ഷുഗർ കുറഞ്ഞ, ന്യൂട്രീഷൻ, വൈറ്റമിൻ B12 ഡെഫിഷ്യൻസി, തൈമിൻ ഡെഫിഷ്യൻസി, വെർണിക്സ്, കോഴ്സ്കോപ്പ്, ഡ്രഗ്സ്, ആൽക്കഹോൾ, സെഡേറ്റീവ്, ആൻറ്റികോളിനർജിക്. പിന്നെ ഇൻഫെക്ഷൻ്റെ ന്യൂറോസിഫിലിസ്, HIV ഡിമെൻഷ്യ, എയർലി ലൈം ഡിസീസ്, സ്ട്രക്ചർ, നോർമൽ പ്രഷർ, ഹൈഡ്രോകെഫാലസ്, ബ്രെയിൻ ട്യൂമർ, ക്രോണിക് സബ്ഡ്യൂറൽ ഹെമറ്റോമയിലും ഒക്കെ ഉണ്ടാകും. റിവേഴ്സിബിളും ന്യൂറോ ഡീജനറേറ്റീവ്, അൽഷിമേഴ്സ് ഡിമെൻഷ്യ, ഡിമെൻഷ്യ വിത്ത് ലൂയി ബോഡി, ടെമ്പറൽ ഡിമെൻഷ്യ, ഫ്രോണ്ടോ ടെമ്പറൽ ഡിമെൻഷ്യ, പാർക്കിൻസൺസ് ഡിസീസിൽ ഡിമെൻഷ്യ ഉണ്ട്, ഹണ്ടിങ്ടൺസ് ഡിസീസ്, വാസ്കുലാർ ഡിമെൻഷ്യ, മൾട്ടി ഇൻഫാക്റ്റ്, ബ്ലഡ് വെസൽസിലുള്ളത്, മൾട്ടി ഇൻഫാക്റ്റ്, പ്രയോൺ ഡിസീസ്, ക്രൂസ്ഫെൽഡ് ജാക്കബ് ഡിസീസ്, ക്രോണിക് ട്രോമാറ്റിക് എൻസെഫലോപ്പതി, ക്രോണിക് ട്രോമാറ്റിക് എൻസെഫലോപ്പതി. റിവേഴ്സിബിൾ ഡിമെൻഷ്യ, മെറ്റബോളിക്, ന്യൂട്രീഷൻ, ടോക്സിക് ആൻഡ് വാസ്കുലാർ. റിവേഴ്സിബിൾ ഡിമെൻഷ്യ എന്തെങ്കിലും ന്യൂറോ ഡീജനറേറ്റീവ് അല്ലെങ്കിൽ ബ്ലഡ് വെസൽസിൻ്റെ അല്ലെ പ്രയോൺ, അൽഷിമേഴ്സ് ഡിസീസ്, കോർട്ടിക്കൽ ഡിമെൻഷ്യ. അൽഷിമേഴ്സ് ഡിമെൻഷ്യ എന്ന് പറയുന്നത് കോർട്ടിക്കൽ ഡിമെൻഷ്യ എന്നാണ് പറയുന്നത്. ഇൻക്രീസിംഗ് ഏജ് ഈസ് ദ സ്ട്രോങ്ങസ്റ്റ് റിസ്ക് ഫാക്ടർ ഡിമെൻഷ്യ. വിഷ്വൽ ഹാലൂസിനേഷൻ ഈസ് ദ ക്യാരക്ടറിസ്റ്റിക് ഓഫ് ഡിമെൻഷ്യ വിത്ത് ലൂയി ബോഡി, കാണാത്തുള്ളൂ. ഇനി കോർട്ടിക്കൽ, സബ്കോർട്ടിക്കൽ ഡിമെൻഷ്യ. കോർട്ടിക്കലിൻ്റെ കോർട്ടക്സിൽ, സബ്കോർട്ടിക്കൽ എന്ന് പറയുമ്പം ബേസൽ ഗാംഗ്ലിയ, വൈറ്റ് മാറ്റർ, ഗ്രേ മാറ്റർ ഉണ്ട്, വൈറ്റ് മാറ്റർ ഉണ്ടല്ലോ. മെമ്മറി, എയർലി ലോസ്, സ്ലോ റീകോള്. സബ്കോർട്ടിക്കൽ സ്ലോ റീകോള്, എയർലി ലോസ്. കോർട്ടിക്കൽ ആണെങ്കിൽ എയർലി ലോസ് ആണ്, പെട്ടെന്ന് തന്നെ. അഫേസിയ, അപ്രാക്സിയ, അഗ്നോസിയ എല്ലാം പ്രസൻ്റ് ആണ് അതിന്. സബ്കോർട്ടിക്കൽ അതല്ല ആബ്സെൻറ്റ്. മൂഡ് നോർമൽ, എയർലി. അപ്പത്തി, ഡിപ്രഷൻ, എയർലി. സബ്കോർട്ടിക്കൽ. സൈക്കോമോട്ടോർ നോർമൽ, എയർലി. നോർമൽ, എയർലി. പിന്നെ മൂഡ് നോർമൽ, എയർലി. അപ്പത്തി, സ്ലോഡ്. സൈക്കോമോട്ടോർ സ്ലോഡ് ആവും. അപ്പത്തി, ഡിപ്രഷനൊക്കെ കാണിക്കും സബ്കോർട്ടിക്കൽ. മോട്ടോർ സയൻസ് വളരെ റെയറാണ്. കോമൺ റിജിഡിറ്റി, ട്രെമറൊക്കെ കാണാം സബ്കോർട്ടിക്കൽ. എക്സാമ്പിൾസ് അൽഷിമേഴ്സ് ഡിസീസ്, ഫ്രോണ്ടോ ടെമ്പറൽ ഡിമെൻഷ്യ, ജാക്കബ് ഡിസീസ്. പിന്നെ ഇതിൻ്റെ പാർക്കിൻസൺസ് ഡിസീസ്, ഹണ്ടിങ്ടൺസ്, വാസ്കുലർ HIV. കോർട്ടിക്കൽ 3 A's ആണ്. അഫേസിയ, അപ്രാക്സിയ, അഗ്നോസിയ. സബ്കോർട്ടിക്കലോ സ്ലോനെസ്, സാഡ്നെസ്, സബ്സ്റ്റാൻഷ്യ നൈഗ്ര. സബ്കോർട്ടിക്കൽ, ഈ കോർട്ടിക്കലിൻ്റെ അഫേസിയ, അപ്രാക്സിയ, അഗ്നോസിയ. സബ്കോർട്ടിക്കൽ സ്ലോനെസ്, സാഡ്നെസ്, സബ്സ്റ്റാൻഷ്യ നൈഗ്ര. ഫ്രോണ്ടോ ടെമ്പറൽ ഡിമെൻഷ്യ, ബിഹേവിയർ, ലാംഗ്വേജ്, മെമ്മറി ലേറ്റർ. ബിഹേവിയർ, ലാംഗ്വേജ്, സംസാരത്തിൻ്റെ പ്രശ്നം, മെമ്മറി ലേറ്റർ. മെമ്മറി ഫസ്റ്റ്. ഫ്രോണ്ടോ ടെമ്പറൽ ഡിമെൻഷ്യ ഉണ്ട്. അൽഷിമേഴ്സ് ഡിസീസിൽ മെമ്മറി ഫസ്റ്റ്. മെമ്മറി പോകും, ഓർമ്മകൾ പോകും, ബിഹേവിയർ, പിന്നെ ലാംഗ്വേജും പോകും. പക്ഷേ ഫ്രോണ്ടോ ടെമ്പറൽ ഡിമെൻഷ്യയിൽ ബിഹേവിയർ, ലാംഗ്വേജ്, ദെൻ മെമ്മറി ആണെങ്കിൽ മെമ്മറിയാണ് ഓക്കെ പോകുന്നത്. So the following are the causes of reversible dementia: vitamin B12, thiamine deficiency, hypothyroidism. ഇതൊക്കെയാണ് അത്തരം ഡിമെൻഷ്യ വിത്ത് ലൂയി ബോഡി അല്ല. വിച്ച് ആർ ദ ഫോളോയിങ് ഫീച്ചർ ഓഫ് എ അൽഷിമേഴ്സ് ഡിസീസ്? കോർട്ടിക്കൽ ഇറ്റ്സ് എ ഡിസോർഡർ ഓഫ് സെർബ്രൽ കോർട്ടിക്കൽ ഫങ്ഷൻ. അതെ, കോർട്ടക്സിൻ്റെ ഫങ്ഷൻ. only short time memory is affected. No. Patients deny that there is anything wrong. Yes, depression is a commonly present. ഇപ്പം 1, 3, 4 എന്ന് പറഞ്ഞാൽ അൽഷിമേഴ്സ് ഡിസീസ് എന്ന് പറഞ്ഞാൽ ഒരു സെർബ്രൽ കോർട്ടിക്കൽ ഫങ്ഷൻ ഡിസോർഡറാണ്. അതുപോലെ തന്നെ
പേഷ്യൻറ്റിനെ ദാറ്റ് ദർ ഈസ് നത്തിങ് റോങ് എന്ന് പറയുന്നു, എനിക്ക് കുഴപ്പമില്ല, ഡിപ്രഷൻ ഈസ് കോമൺലി പ്രസൻറ്റ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് നെസസിറ്റി റോമസ്റ്റിക്സ് റിസ്ക് ഫാക്ടർ ഫോർ ഡിമെൻഷ്യ? ഇൻക്രീസിങ് ഏജ്. വിഷ്വൽ ഹാലുസിനേഷൻ ഈസ് എ ക്യാരക്ടർ വിച്ച് ഡിഫ്യൂസ് ലൂയി ബോഡി ഡിമെൻഷ്യ. ഡിഫ്യൂസ് ലൂയി ബോഡി ഡിമെൻഷ്യ. Which are diffuse Lewy body dementia? Which of the following are inherited causes of dementia? Alzheimer's disease ഉണ്ട്, പിന്നെ ഹണ്ടിങ്ടൺസ് ഡിസീസ് ഉണ്ട്. ഇൻഹെറിറ്റഡ് കോസ് അൽഷിമേഴ്സ്, ഹണ്ടിങ്ടൺസ്, അതുപോലെ തന്നെ വിൽസൺസ് ഡിസീസ്. അൽഷിമേഴ്സ് APP, PSEN1, PSEN2 മ്യൂട്ടേഷന്, ഇതെല്ലാം ഓട്ടോസോമൽ ഡോമിനൻ്റ് ഇൻഹെറിറ്റൻസ് ആണ്. ഹണ്ടിങ്ടൺസ് ഡിസീസിൻ്റെ അകത്ത് CAG അഡിനൈൻ സൈറ്റോസിൻ ഗുവാനൈൻ റിപ്പീറ്റിൻ HTT ജീൻ. വിൽസൺസ് ATP7B ജീൻ മ്യൂട്ടേഷനാണ്. അപ്പം ഇൻഹെറിറ്റഡ് കോസ് ഓഫ് ഡിമെൻഷ്യ എന്ന് പറയുമ്പോൾ അൽഷിമേഴ്സ് ഡിസീസ്, ഹണ്ടിങ്ടൺ, വിൽസൺസ് ഡിസീസ്, പഞ്ച് ട്രങ്ക് സിൻഡ്രോം അല്ല. ഓക്കെ, പഞ്ച് ട്രങ്ക് ട്രോമാറ്റിക് നോൺ ഇൻഹെറിറ്റഡ് ആണ്. അത് പാരം ഇൻഹെറിറ്റഡ് അല്ല, പക്ഷേ അൽഷിമേഴ്സ് ഡിസീസ്, ഹണ്ടിങ്ടൺസ് ഡിസീസ്, വിൽസൺസ് ഡിസീസ് ഇതെല്ലാം മറ്റേ ഇൻഹെറിറ്റഡ് കോസ് ഓഫ് ഡിമെൻഷ്യ ആണ്. താങ്ക് യു.